കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. കരങ്കാരി പ്രിന്റ് ഉണ്ട്, അജ്രാക്ക് പ്രിന്റ് ഉണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ട് സൂപ്പർ ഐറ്റം. നമ്മളിത് കൂടുതലും എനിക്ക് തോന്നുന്നു എല്ലാവരും റണ്ണിങ് മെറ്റീരിയലൊക്കെ മുറിച്ചെടുക്കാറുണ്ട് അല്ലേ, ഓരോ ഷോപ്പിലൊക്കെ പോയിട്ട് റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ പാടൊന്നുമില്ല. വിത്ത് ദുപ്പട്ടയും അതിനോടൊപ്പം ബോട്ടത്തിൻ്റെ മെറ്റീരിയലിനകത്ത് ആടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ പോയി മുറിച്ചെടുക്കുവാണെങ്കിൽ പിന്നെ അതിന് ബോട്ടം ഉണ്ടാക്കണം, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും, പിന്നെ നമുക്ക് ദുപ്പട്ട കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നും വേണ്ട, സെറ്റോടുകൂടി നിങ്ങൾക്ക് കിട്ടുകയാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്, സൂപ്പർ ആയിട്ടാണ്. ഫസ്റ്റ് ആണ് നമുക്ക് കാണാവേ. ഫസ്റ്റ് കളർ കണ്ടോ, അടിപൊളി കളർ കേട്ടോ, നല്ല കോട്ടൺ പീസാണ്. ഇതെടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് നമുക്കൊക്കെ ഫോട്ടോസൊക്കെ ഇട്ട് തരും, അടിപൊളിയാണ്. വിത്ത് ബോട്ടം, ബോട്ടവും നല്ലൊരു പ്രിൻറ്റിലാണ് വരുന്നത്. ബോട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പൊക്കെ അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഞാനങ്ങ് പറയിച്ചിട്ട് ഇപ്പോൾ ഞാൻ പ്രൈസ് അങ്ങ് വിട്ടു പോകും കേട്ടോ. പ്രൈസ് ഒന്ന് നോക്കി പറയണേ ചേച്ചി എടുത്തതിനകത്തുനിന്ന്. നല്ല ഐറ്റം കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല, അത്രയും നല്ല കോട്ടൺ കേട്ടോ, സൂപ്പർ കോട്ടൺ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ്. ഫുൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 80 ഉള്ളൂ, 1080. ആലോചിച്ച് നോക്കി, അത്രയും നല്ലൊരു പ്രൈസിലല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും നല്ലൊരു ഐറ്റം കോട്ടൻ്റെ, ജയ്പൂർ കോട്ടൻ്റെ വലിയ കളക്ഷൻ. ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഔട്ടാവുന്നതോ ഒന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ സൈഡിലാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബോർഡർ പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒന്നെങ്കിൽ ദാമനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ സ്ലീവിൻ്റെ ബോർഡറായിട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദുപ്പട്ട കാണിക്കട്ടെ, അടിപൊളി ദുപ്പട്ട. ഇതാ കണ്ടോ, ദുപ്പട്ടയുടെ ലൈൻസൊക്കെ പോകുന്നുണ്ടോ, എന്ത് മനോഹരമാണെന്ന് നോക്കി. വിത്ത് ബോട്ടം. ഇനി അടുത്ത കളർ കാണാം, അടിപൊളി. അടുത്തത് വരുന്നത് അടിപൊളി മെറൂൺ ഷെയ്ഡ് കേട്ടോ, നല്ലൊരു മെറൂൺ, അടിപൊളി മെറൂൺ വിത്ത് ദുപ്പട്ട. ഇതെല്ലാം കലങ്കാരി അജ്രാക്ക് പ്രിൻ്റ് കേട്ടോ. അജ്രാക്ക് പ്രിൻറ്റിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അജ്രാക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. സാരി ആയാലും ചുരിദാർ ആയാലും ചുരിദാർ മെറ്റീരിയൽ ആയാലും എല്ലാവരുടെയും ഇഷ്ടമാണ്. എൻ്റെയും ഫേവറേറ്റ് ആണ് അജ്രാക്ക് പ്രിൻറ്റ്. മിസ്സാക്കൽ ഡെയിലി യൂസുകാർക്ക് കംഫർട്ടബിൾ ആയി, നിങ്ങൾക്ക് സ്ഥിരം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവാം, ചൂടൊന്നും എടുക്കാതെ സുഖമായിട്ട് ഇട്ടുകൊണ്ട് പോവാം, മിസ്സാക്കാതിരിക്കുക. അടുത്തതാണ്, അടുത്തത് ബ്ലൂ ആണ്. നല്ല റിസോർട്ടുള്ള ഇൻഡിഗോ ബ്ലൂ നമുക്ക് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടിലും നേവി ബ്ലൂ ആയിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ഇൻഡിഗോയും നേവിയും കൂടെ ചേർന്ന് വരുന്ന കളറാണ്, സൂപ്പറാണ്, മിസ്സാക്കാതിരിക്കുക. അടുത്തതാണ്. അടുത്ത പ്രിൻറ്റ് കണ്ടോ, പ്രിൻറ്റിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇത് വേറൊരു വ്യത്യസ്തമായിട്ട് പ്രിൻ്റാണ്. നല്ല ഡൈയിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ബ്ലോക്ക് പ്രിൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ അല്ലാതുള്ള പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്തിട്ട് പോകും. ഇതൊക്കെ ബ്ലോക്ക് പ്രിൻ്റ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. നല്ല ദുപ്പട്ടയും വിത്ത് ബോട്ടം. എന്ത് പിന്നെ ബോട്ടം തൊട്ടാണ് ആദ്യം കുത്ത ബോട്ടം ഇങ്ങനെ വരുന്നത്. ഈ പ്രിൻറ്റ് വേണമെങ്കിൽ ഇതെടുക്കാം. അടുത്തത് കാണാം. അടുത്തത് വരുന്നത് നല്ല വേറൊരു വെറൈറ്റി കളർ കേട്ടോ, ഒരു മസ്റ്റർഡ് യെല്ലോ എന്ന് പറയാം, വിത്ത് ബോട്ടം. അടുത്തത് കാണാം, ബ്ലാക്കിലാണ് കേട്ടോ, സൂപ്പറായിട്ടുള്ള ബ്ലാക്ക് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റത്തില്ലല്ലോ, എത്ര കിട്ടിയാലും നമുക്ക് മതിവരാത്ത കളറല്ലേ ബ്ലാക്ക് എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും ഷെയ്ഡിന് ഒരുപോലെ ഇണങ്ങും. വിത്ത് ദുപ്പട്ട. ദുപ്പട്ടയുടെ ഭംഗി നിങ്ങളൊന്ന് നോക്കിയതാ, ഞാൻ പറയേണ്ട കാര്യമുണ്ടോ, അത്രയും മനോഹരമാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ വെയർ ഹൗസിൽ വെച്ച് എടുക്കുന്നത് കൊണ്ട് ക്ലാരിറ്റിക്കൊക്കെ ചെറിയ കുറവൊക്കെ വരും, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എടുത്തോളൂ. അടുത്തത് വരുന്നത് മെറൂണിലാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് 1080 തന്നെയാണ്, 1080 ആണ് പ്രൈസ് വരുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുൾ സ്ലീവിലോ നിങ്ങൾക്ക് രസമല്ലേ, ഫുൾ സ്ലീവൊക്കെ തയ്ച്ചിട്ടാലും ഭയങ്കര ലുക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ള, അതായത് പോയി തിരഞ്ഞു പിടിച്ച് കടയൊന്നും നടക്കാൻ വയ്യ, സ്റ്റോറിലൊന്നും പോകാൻ വയ്യാത്തവരാണെങ്കിൽ നമുക്ക് കസ്റ്റമർ നോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തത് കാണാം. അടുത്തത് പ്രിൻറ്റ് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ, നല്ല പ്രിൻറ്റുകളാണ് ഇതെല്ലാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിൻ്റാണ്. ദുപ്പട്ട നോക്ക്, ദുപ്പട്ടയും മനോഹരമായിട്ടുള്ള ദുപ്പട്ട. ബോട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ആക്കാം കേട്ടോ, നിങ്ങളുടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഇത് എടുത്ത് വേണമെങ്കിൽ ടോപ്പ് ആക്കാൻ പറ്റും. അടുത്തത് കാണാം. അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ആണ്. ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ, 1080 തന്നെ ആയിരിക്കും റേറ്റ് വരുന്നത്. വിത്ത് ദുപ്പട്ട, നല്ല സോഫ്റ്റ് ദുപ്പട്ട കേട്ടോ, കോട്ടണിൽ വരുന്നതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ പറയുമല്ലോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇതെനിക്കുണ്ട് കേട്ടോ, ഈ സെയിം പ്രിൻ്റ് എനിക്കുണ്ട്. ഞാനത് ഇട്ടുകൊണ്ട് ചില വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിൻ്റാണ്, അടിപൊളി കേട്ടോ, നല്ലൊരു പ്രിൻ്റ്. അടുത്തതാണ്, ഇത് നല്ലൊരു മെറൂണാണ് കേട്ടോ, എല്ലാം നല്ല പ്രിൻ്റ് അല്ലേ, 1, 2, 3 ഒക്കെ എടുത്തോട്ടോ. ഇതൊക്കെ രസമുള്ള കോട്ടൺസാണ്. പിന്നെ കോട്ടൺ എപ്പോഴും നിങ്ങൾ എന്താ പറയുക, വാഷ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിഫൻ ഷൈനൊക്കെ മുക്കിയോ പിന്നെ എന്താ പറയുക അയൺ ചെയ്തൊക്കെ ഉപയോഗിക്കണേ. അടുത്തത് കാണാം. അടുത്ത പ്രിൻ്റ് കണ്ടോ, പ്രിൻ്റല്ല സോറി, കളർ നല്ലൊരു, ഇതൊരു മെറൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചത് കറക്റ്റ് മെറൂൺ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ ചെങ്കൽ കളർന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ, നല്ലൊരു വേറെ പറയാൻ പറ്റാത്ത പേരാട്ടോ, വെറൈറ്റി പേരാട്ടോ. ഞാനത് കറക്റ്റ് എൻ്റെ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. എൻ്റെ കുട്ടികളോട് നിന്ന് പറഞ്ഞാൽ ഇത് വെറൈറ്റി പേരുകളൊക്കെയാണ്. എനിക്കിതൊക്കെ കണ്ടിട്ട് നമ്മുടെ പഴമയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ചെങ്കൽ കളറിൻ്റെയൊക്കെ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. കറക്റ്റ് എന്തായാലും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കാം. വെറും 1080 മാത്രമേ പ്രൈസ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും സൈറ്റിലൂടെ പർച്ചേസ് ചെയ്തോ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.